ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ ആരെങ്കിലും ചൈൽഡ് ഡിസ്റ്റൻസ് സിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒട്ടുമിക്ക ആളുകളും സ്കൂൾ കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാറുണ്ട് ജോലിക്കും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി അങ്ങനെ പോകാത്ത എസ്പെഷ്യലി പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇൻലോസിന്റെ വീട്ടിലായിരിക്കും താമസം. ഈ പറയുന്ന എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും വൺസ് വീട് വിട്ടിറങ്ങി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടൊരു തിരിച്ചുപോക്ക് ഇസ് നിയർലി ഇമ്പോസിബിൾ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പെട്ടി പാക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടപ്പാണ്. ആൻഡ് ഐ ഫീൽ ടയേർഡ് സംടൈംസ്. ബട്ട് അച്ഛനെ അമ്മനെ ഓർക്കുമ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്നുള്ളൊരു തോന്നലാണ്. ആദ്യമെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് ഒരു 2 ആഴ്ച കൂടുമ്പോൾ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യായിരുന്നു. അത് 2 ദിവസത്തെ വീക്ക് ഓഫിലാണ് ഈ ട്രാവൽ ചെയ്യുന്നത്. ആ ഒരു റുട്ടീന് എന്നെ വല്ലാണ്ട് ടയേർഡ് ആക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാനത് മാസത്തിൽ ഒരിക്കലാക്കി. അതിനുശേഷം എന്റെ ചേച്ചി UAE പോകാനുള്ള തീരുമാനം എടുത്തപ്പോൾ തന്നെ ഞാൻ നാട്ടിലേക്ക് ജോലി നോക്കി തുടങ്ങി. ചേച്ചി പോകുന്നതിന് തലേന്ന് ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അന്ന് ഈ പറയുന്ന ചൈൽഡ് ഡിസ്റ്റൻസ് സിൻഡ്രോമിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഷുവർ ആയിരുന്നു, ഞങ്ങൾ രണ്ടും ഒറ്റയടിക്ക് അങ്ങ് ദൂരേക്ക് പോയാൽ അച്ഛനെ അമ്മേനെ അത് നല്ലപോലെ ബാധിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്ഥിരമായിട്ടൊരു സ്ഥലമില്ല. എന്റെ ഒരു നീലപ്പെട്ടി ഞാനും ഉണ്ട്. എല്ലാ ആഴ്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടപ്പാണ്. ഇന്ന് അങ്ങനെ എനിക്ക് നാട്ടിൽ പോകേണ്ട ഒരു ദിവസമാണ്. പക്ഷെ ലേറ്റ്ലി എനിക്ക് സാരീസിനോട് ഭയങ്കര ഒരു പ്രണയം, എസ്പെഷ്യലി കാഞ്ചിക്കോടനാണ് കല്യാണിക്കോട്ടൻ. പക്ഷെ സാരിയെ പറ്റി ഒരു വിവരമില്ലാത്ത 2 ആൾക്കാരെ കൂടെ കൊണ്ടുപോയതുകൊണ്ട് അത് അമ്മൂമ്മമാർ എടുക്കുന്നതാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് വേറൊരു സാരി എടുപ്പിച്ചു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വഴിയിൽ വെച്ചൊരു അങ്കിൾ എനിക്കൊരു മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അതും വെട്ടി കഴിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. നല്ല അടിപൊളി മഴ. അകത്ത് നിന്നവരും വെളിയിൽ നിന്നവരും എല്ലാവരും നനഞ്ഞു. അപ്പൊ കുറെ നാളായിട്ട് വീട്ടിൽ പോകാത്ത മക്കളുമാരുണ്ടെങ്കിൽ ഒരു ടിക്കറ്റും ബുക്ക് ചെയ്ത് നേരെ വിട്ടോ. ട്രാവലിംഗ് ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് their happiness is worth it. അപ്പൊ see you soon as always. Bye.